Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. അപ്പോ ഇന്ന് ഗാനമേളയാണ്, പാട്ടുമേളയല്ല കേട്ടോ, ഗാനമേളയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. മാം എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Ma'am, prayer Bismillah. Okay. Good morning. Thank you for this beautiful new day. Bless my teachers, friends, and everyone. Fill our minds with wisdom and our hearts with kindness. Help us to learn with joy, speak with love and act with courage. Guide us to do what is right and respect one another. May today be filled with peace, progress and positive. Thank you. തോട്ട് ഓഫ് ദ ഡേ ആണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പറ്റുവാണെങ്കിൽ കണ്ണടച്ച് നിൽക്കുക. ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ ഓരോരുത്തരും പ്രാർത്ഥിക്കാറ് എങ്ങനെ അങ്ങനെ. പക്ഷെ നമുക്ക് വേണ്ടിയല്ല, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നമുക്ക് വേണ്ടിയല്ല. എൻ്റെ സൗണ്ട് നിങ്ങളിങ്ങനെ കേൾക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി, മിണ്ടാപ്രാണികൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി, മിണ്ടാപ്രാണികൾക്ക് വേണ്ടി, അങ്ങനെ അങ്ങനെ ഈ ലോകത്തിൽ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് സന്തോഷവതിയാണ് അല്ലെ. നമ്മുടെ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. ഈ ലോകം എന്നും ശാന്തമായിരിക്കട്ടെ. ഈ ലോകത്തോട് നമുക്ക് പറയാം, ഐ ആം ഹാപ്പി ടു ദ വേൾഡ്. ഈ സമയവും കടന്നു പോകും, അത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. സൈനിനാണ്, ഒരു പാട്ടാണ്. ആയിക്കോട്ടെ, ധൈര്യമായിട്ട് പാടോട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ മാം. മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, പുറവേലിത്തടത്തിലെ പൊൻതാഴം പൂവുകൾ, പ്രിയയുടെ മനസ്സിലെ രതി സ്വപ്ന കന്യകൾ, കിളിപ്പാട്ടു വീണ്ടും നമുക്കെന്നും ഓർക്കാം, വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാം, പൂത്തിലിഞ്ഞിക്കാട്ടിൽ തൂവയിലിൻ നടനം, ആർത്തുകൈകൾ കോർത്തു നീങ്ങാം ഇനിയും തുടർക്കഥയത് തുടരാൻ, താമരക്കിളി പാടുന്നു തെയ് തെയ്തകതോ, താളിയോലകളാടുന്നു തെയ് തെയ്തകതോ. താങ്ക് യു മാം. ഈന്റെ പാട്ട് കേട്ട് നിന്ന് എല്ലാവർക്കും, മാമിനും എന്റെ ഫ്രണ്ട്സിനും ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹാവ് എ ഗുഡ് ഡേ ഓൾ. ഓക്കെ, അപ്പോ എല്ലാവരും നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അതില് ഇത് മോശമാണ്, ഞാൻ പാടുന്നത് ശരിയല്ല എന്നൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പാടുന്നുണ്ടല്ലോ, അതാണ് അറിയില്ലെങ്കിലും. അപ്പൊ പാടാൻ അറിയില്ല, കോൺഫിഡൻസ് അല്ലെങ്കിൽ പോലും നമ്മൾ പാടുന്നില്ലേ. ഞങ്ങളുടെ ഗ്രൂപ്പ് ഗാനമേളയാ മാം. എന്നും അന്താക്ഷരി ഉണ്ട്. ആഹാ, കൊള്ളാം. കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കണം കേട്ടോ. അത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ്. ആദ്യം ഒരു ടോപ്പിക് ഒക്കെ കൊടുക്കുമായിരുന്നു മാം. ചിലപ്പോ ഫുഡ് ആയിരിക്കും, ചിലപ്പോ ട്രാവലിംഗ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് അഴുതി മാറി വീണ്ടും പഴയ കൂട്ടായി. പഠിക്കാൻ മടിയാണ്, അതാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. നിങ്ങള് ഇപ്പൊ കടയിലേക്കാണ് പോകുന്നത് അല്ലെ. ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റൊക്കെ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്യൂട്ടോ. കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ കണ്ടിന്യൂ ചെയ്യണേ. പഠിക്കാൻ നോക്കൂ. ഗ്രൂപ്പ് ആക്റ്റീവ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഒന്ന് ആക്റ്റീവായിട്ട് പഠിക്കാൻ കൊടുക്കുക. അപ്പൊ ശരിയോ? ഓക്കെ, ഇപ്പൊ എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്ന അങ്ങനെയല്ലേ അല്ലെ. നമ്മുടെ ഇവിടെ മോണ്ടിസോറി ടീച്ചേഴ്സ് എല്ലാം അങ്ങനെയല്ലേ. ഫസ്റ്റ് വന്ന് ക്ലാസ് എടുത്താണ് അവര്, ആണോ?
ഒന്ന് പാടെ ക്ലാസ് എടുക്കണോ? അല്ല അല്ല. അങ്ങനെയാണെങ്കിൽ എന്തൊരു ബോറായിരിക്കും. അതെ, ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് പാടെ പ്രയർ തൊലപ്സരി സൈനെല്ലാം കഴിഞ്ഞ് അതൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞു പോവാണെങ്കിൽ ഭയങ്കര ബോറിംഗ് അല്ലേ? അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഫുൾ ടൈം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പോലും ഫുൾ ടൈം പഠിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇതുകൊണ്ട് അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ പഠിക്കാം, കളിയിലൂടെ പഠിക്കാൻ നോക്കും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ? അപ്പൊ അന്താക്ഷരി പറയുമ്പോ നിങ്ങൾ ഇംഗ്ലീഷ് വേർഡ്സ് വെച്ചിട്ട് പറഞ്ഞു നോക്കി. അന്താക്ഷരി മലയാളത്തിലല്ലേ? ഇംഗ്ലീഷ് വേർഡ്സ് വെച്ചിട്ട് അത് അപ്പൊ നമുക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. അറിയാവുന്ന വേർഡ്സ് ഒക്കെ പറയാം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒരുപാട് ആലോചിക്കും, നിങ്ങൾ റെഫർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വൊക്കാബുലറി ഇംപ്രൂവ് ആകും. അങ്ങനെയും പഠിക്കാമല്ലോ അല്ലെ? അപ്പൊ പഠിക്കുന്നതിൽ പല രീതികൾ നമ്മൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അത്രയേ സിമ്പിൾ ആണ്. അപ്പൊ ഇനി അന്താക്ഷരി കളിക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് എന്നോട് പറയണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ, സന്തോഷമാണല്ലോ, അല്ലെ? ഹാപ്പി ആണ് വിശ്വസിക്കുന്നു. ഹാപ്പി ആണ്, വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹാപ്പി ആണല്ലോ എല്ലാവരും അല്ലെ? always be happy. Okay, സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മൾക്കിപ്പോ ഈ റെഗുലർ വേർഡ്സ് കുറെ തന്നില്ല, അതിൽ നമ്മൾ ബൈഹാർട്ട് പഠിക്കണോ? ഇങ്ങനെ വാക്കുകൾ ബൈഹാർട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ഡെയിലി അതൊന്നും പ്രാക്ടീസ് ചെയ്യാം. എക്സാമിന് ഇങ്ങനെ എഴുതണ്ടല്ലോ, വരുമോ? ഇങ്ങനെ വേണോ എക്സാമിന്? ചിലപ്പോ വരാം. ഓ അങ്ങനെയാ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. ആ ഒരു വേർബ്സ് ആയിട്ട് നമ്മൾ കുറച്ച് കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്ന് മാത്രം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഒരിക്കലും മറക്കില്ല. അല്ലാതെ വെറുതെ കഷ്ടപ്പെട്ടിരുന്ന് ബൈഹാർട്ട് പഠിക്കാൻ ഞാൻ പറയുന്നില്ല. പ്രാക്ടീസ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിലത് കയറും അല്ലെ? അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? വർത്തമാനം പറയാനാണെങ്കിൽ നിങ്ങൾ നിർത്തില്ല അല്ലേ? എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇവിടുന്ന് പോയ ബാച്ച് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ആ 1 hour പോകുന്നേ അറിയില്ല. ഇപ്പൊ തന്നെ സമയം നോക്കി 11:45 ആയി. സിമ്പിൾ ആണ് അല്ലെ? സംസാരിക്കാനാണെങ്കിൽ ഞാനും കൊണ്ട് പുറകോട്ടല്ല, നിങ്ങളും പറ്റിയ കുറച്ച് സ്റ്റുഡൻസും കൂടിയാണ്. അതുകൊണ്ട് 1 മണിക്കൂറല്ല, എത്ര മണിക്കൂറാണെങ്കിലും നമ്മൾ ഇതിൽ സംസാരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സംസാരം നിർത്താം. എന്നിട്ട് ഇറഗുലർ വേർബ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാവരും? സത്യം പറയണം കേട്ടോ, നോണ പറയില്ല. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യും. അതായത് 3 ഫോംസും അല്ലെ? വേർബിന്റെ 3 ഫോംസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. അങ്ങനെ പറഞ്ഞു നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാ പ്രസന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം വിത്ത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. അതുകൊണ്ട് മറക്കരുത് കേട്ടോ. പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചുമ്മാ പറയുന്നതല്ല. അറിയാലോ നിങ്ങൾക്ക് അല്ലെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന എന്ത് കൺഫ്യൂഷൻ ആണെങ്കിലും നമ്മൾ പറയാൻ ബാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സ് ആണെങ്കിലും അവർ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, അവർ നമ്മൾ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യും. നമുക്ക് മക്കളുണ്ടല്ലോ, അവര് വന്ന് പറയുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാലോ അല്ലെ? എപ്പോഴും നമ്മൾ എന്താണ് കെയർഫുൾ ആയിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വാക്കുകളായിക്കോട്ടെ, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, എന്തും അവര് നോട്ട് ചെയ്യുന്നുണ്ട്. എന്തിന്? അത് കുഞ്ഞു കുട്ടികൾ അങ്ങനെ ഓക്കെ, പക്ഷെ എത്രയും വലിയ കുട്ടികൾ എന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തില്ലേ? ചെയ്യുന്നുണ്ടോ? ഇത്രയും വലിയ കുട്ടികൾ അത്രയേ ഉള്ളൂ. ഈ വലിയ കുട്ടികൾ എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും കുഞ്ഞു കുട്ടികൾ അവരുടെ ഒബ്സർവേഷൻ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, കാരണം നമുക്ക് അവരോട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? കുട്ടികളുടെ ഉള്ളിൽ ചിലപ്പോ അത് പെട്ടെന്ന് കയറി ഉണ്ടാകും. പക്ഷെ എനിക്കെന്ന് പറയുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് കറക്റ്റ് ചെയ്യാം അല്ലെ? പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ എന്തൊരു വാക്കാണെങ്കിലും സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം. ഹാൻഡിൽ വിത്ത് കെയർ അല്ലെ? എന്തും. അതുകൊണ്ട് പ്രൊണൗൺസിയേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിക്കണം. ഇപ്പോഴേ പഠിച്ചാലേ നമ്മള് കുറച്ചെങ്കിലും ടൈം ആകുമ്പോഴേക്കും യൂസ് ആവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു, എന്തായാലും പഠിക്കാൻ വേണ്ടി ഇറങ്ങി ഷുവർ ആയിട്ട് ജോലിയും കിട്ടും. അത് ഷുവർ ആണ് കേട്ടോ. സർട്ടിഫിക്കറ്റ് വരണമെന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് സപ്ന. സപ്നക്ക് മോട്ടിസോടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല, പക്ഷെ ആള് വർക്കിംഗ് ആണ് ഇപ്പൊ അല്ലെ? അതേപോലെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും എപ്പോ വേണമെങ്കിലും ജോലിക്ക് കയറാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. സോ
നാളെ പഠിക്കാം എന്ന് വെച്ച് നിർത്തണ്ട. ഇന്നും ഇതുവരെയും നമ്മൾ അങ്ങനെയാണ്, എല്ലാം നാളെ എന്നാ വെച്ചോണ്ടിരുന്നത് അല്ലെ. ഇനി അങ്ങനെ വേണ്ട കേട്ടോ. ഇന്ന് പഠിക്കാൻ തോന്നുന്നുണ്ടോ, ഇന്ന് തന്നെ പഠിക്കാം. എത്രയോ നേരത്തെ പഠിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ പഠിക്കാം. ഓക്കെ, ക്ലിയർ? എന്തായാലും പഠിപ്പ് എന്നുള്ള കാര്യം നിർബന്ധമുള്ളതാണ്. അതെ, പഠിക്കുന്നതിന് പ്രായമൊന്നും ഇല്ല കേട്ടോ, പ്രായപരിധിയേ ഇല്ല. ഏത് പ്രായത്തിലും പഠിക്കാം. പക്ഷെ ആ ഒരു ആഗ്രഹവും ആ ഒരു വാശിയും ഉണ്ടാകണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നമ്മുടെ മനസ്സിലങ്ങനെ വെക്കുക, അല്ലാതെ ഇതിലെ കേട്ടിട്ടില്ലേ വിടാൻ പാടില്ല. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന കേട്ടോ. ഇപ്പോ അത് 18th ബാച്ച് ആണ്. ഈ 18th ബാച്ച് വരെ ഞങ്ങൾ എത്തണമെങ്കിൽ ഞങ്ങൾ എത്രയോ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, എത്രയോ പേര് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. ഓരോ നിമിഷവും നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട, പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ജോലി കിട്ടും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ജോലി കിട്ടും, അത് വേറെ കാര്യം. സർട്ടിഫിക്കറ്റ് എല്ലാവരുടെ കയ്യിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അലമാരി ഇഷ്ടംപോലെ കിട്ടില്ല ഫയലിലും അല്ലെ. സർട്ടിഫിക്കറ്റ്സിന് എണ്ണം കൂട്ടിയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് മനസ്സിലായില്ലേ. ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്ക് സ്കില്ല് വേണം. നമ്മൾ ഏതൊരു പൊസിഷനിൽ പോകാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. എന്ത് പ്രോബ്ലവും എന്ത് ഇഷ്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങി തിരിക്കൂ അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടും. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങണം. ഓക്കെ, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് മനസ്സിലാക്കണം. നമ്മൾ ഫുൾ ടൈം ആക്റ്റീവായിട്ടേക്ക് ഹാപ്പി ആയിട്ടേക്ക് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. എന്ത് വന്നാലും നമ്മൾ നേരിടണം. എന്താണെങ്കിലും ഒരു ജോലി കിട്ടി പേടിയായി കഴിഞ്ഞു, ഞാൻ എങ്ങനെയാ ജോലിക്ക് പോയി ജോലി ചെയ്യാം, ഞാൻ ക്ലാസ് എടുക്കാം. ആ ഒരു പേടി വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും, ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് ചിന്തിക്കണം. അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നിട്ട് പോണം. ഓക്കെ, അങ്ങനെയാണ് ഏതൊരു എല്ലാം. ഇവൻ ഞാൻ പോലും നിങ്ങളെ മുന്നിരിക്കാൻ കാരണം അതൊക്കെ തന്നെയാണ്. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പറയാൻ സംസാരിച്ച് തീരില്ല. ഓക്കെ, സോ ക്ലാസ് എടുക്കാം. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. ചെക്ക് നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഔട്ട് എനീത്തിങ് ഇറഗുലർ വെർബ്. നമ്മൾ റെഗുലർ വെർബ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഏതാണ്, ഇറഗുലർ വെർബ്സ് ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, എഴുതാം. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Arise, arose, arise. Arise, arose, arise. Awake, awoke, awoke. Bear, ball, ball. Bear, ball, ball. Begin, began, begun. Bite, bit, return. Bite, bit, return. Bleed, blood, blood. Blow, blew, blown. Break, broke, broken. Choose, chose, chosen. Come, came, come. Deal, dealt, dealt. Dig, dug, dug. Draw, drew, drawn.
drink, drink, drank, drunk. Drive, drove, driven. Eat, ate, eaten. Fall, fell, fallen. Feed, fed, fed. Feel, felt, felt. Fight, fought, fought. Find, found, found. Play, plunk, plunk. Fly, flew, flown. Forbid, forbade, forbidden. Get, got, got. Give, gave, given. Go, went, gone. Grind, ground, ground. Grind ആണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഗ്രിങ് അല്ല, ഗ്രൈൻഡ് ആണ്. GRING. സോറി, D. G അല്ല, D ആണ് കേട്ടോ. Grow, grew, grown. Okay. കഴിഞ്ഞോ? കംപ്ലീറ്റ് ആവുക പറയുക. മുഫാസില ഗ്രൈൻഡ് ആണ് കേട്ടോ. അത് കറക്റ്റ് ആണ്, ഗ്രൈൻഡ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. Okay, finished? Yeah, then write down the meaning. Arise means ഉയരുക. Arise, ഉയരുക. Arise, ഉയരുക. Arise, ഉയരുക. Awake, ഉറക്കമുണരുക. Awake, ഉറക്കമുണരുക. Arise, ഉയരുക. Awake, ഉറക്കമുണരുക. Then bear, കഷ്ടപ്പെടുക. Bear, കഷ്ടപ്പെടുക. Bear, കഷ്ടപ്പെടുക. Begin, ആരംഭിക്കുക. Begin, ആരംഭിക്കുക. Begin, ആരംഭിക്കുക. Bite എന്താ അറിയാലോ, കടിക്കുക. Bite, കടിക്കുക. Bleed, ചോര ഒലിക്കുക. ബ്ലീഡ് ചെയ്യുക അല്ലെ, ചോര ഒലിക്കുക. Blow, വീശുക.
ബ്ലോ വീശുക. ബ്രേക്ക് തകർക്കുക. ബ്രേക്ക് തകർക്കുക. ബ്രേക്ക് തകർക്കുക. ചൂസ് തിരഞ്ഞെടുക്കുക. ചൂസ് തിരഞ്ഞെടുക്കുക. കം പറയാലോ. കം വരിക. ജിയിൽ ഇടപാട് നടത്തുക. ഡീൽ ചെയ്യുക. ഇടപാട് നടത്തുക. ജിയിൽ ഇടപാട് നടത്തുക. ജിഗ് കുഴിക്കുക. ജിഗ് കുഴിക്കുക. ഡ്രോ വരയ്ക്കുക എന്ന് പറയാം, വലിക്കുക എന്ന് പറയാം കേട്ടോ. വലിക്കുക, പുള്ളെയ്യുക അല്ലെ. വലിക്കുക എന്നൊരു മീനിങ് ഉണ്ട്, വരയ്ക്കുക, വരയ്ക്കുക എന്ന് പറയാം. രണ്ട് മീനിങ് ഉണ്ട് കേട്ടോ. ഡ്രോ, വലിക്കുക ഓർ വരയ്ക്കുക. വലിക്കുക വരയ്ക്കുക ഒരു മീനിങ് ആണ്. ഡ്രിങ്ക് എന്താ അറിയാലോ. ഡ്രിങ്ക് അറിയാം, ഡ്രൈവ് അറിയാം, ഈറ്റ് അറിയാം. ഇതൊക്കെ പ്രത്യേകിച്ച് മലയാളം പറയേണ്ട ആവശ്യമില്ലല്ലേ. ഡ്രിങ്ക്, ഡ്രൈവ്, ഈറ്റ്. ഫോൾ എന്താ? വീഴുക. ഫോൾ വീഴുക. ഫോൾ വീഴുക. ഫീഡ് എന്താ? ഭക്ഷണം നൽകുക. ഭക്ഷണം ഫീഡ് ചെയ്യുകയാന്ന് പറയില്ലേ. ഫീഡ് ചെയ്യുക, ഭക്ഷണം നൽകുക. Then feel. Feel എന്താ? ടച്ച് ചെയ്യുക, തൊടുക. Feel. ഫൈറ്റ് അറിയാലോ. തലടിക്കുക അല്ലെ, പൊരുതുക എന്നൊക്കെ പറയാം. ഫൈറ്റ്. ഫൈൻഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക. ഫൈൻഡ്. ഫ്ലീ ഒളിച്ചോടുക. ഫ്ലീ ഒളിച്ചോടുക. ഒളിച്ചോടുക. ഫ്ലൈ എന്താ? പറക്കുക. ഫ്ലൈ പറക്കുക. ഫോർബിഡ് നിരോധിക്കുക. ഫോർബിഡ് നിരോധിക്കുക. ഫോർബിഡ് നിരോധിക്കുക. ഗെറ്റ് കിട്ടുക. ഐ ഗോട്ട് ഇറ്റ് എന്ന് പറയുന്നത്. ഐ ഗോട്ട് ഇറ്റ് മീൻസ് കിട്ടി എന്നാണ്. ഗെറ്റ് കിട്ടുക. ഗെറ്റ് ഗോട്ട് ഗോട്ട്. ഗെറ്റ് കിട്ടുക. ഗിവ് നൽകുക അവർ കൊടുക്കുക. ഗോ എന്താ? പോകുക. ഫോർബിഡ് നിരോധിക്കുക. ഗെറ്റ് കിട്ടുക. ഗിവ് നൽകുക. ഗോ പോകുക. ഗ്രൈൻഡ്. ഗ്രൈൻഡ് എന്താ? അരയ്ക്കുക. ഓക്കെ, ഗ്രൈൻഡ് അരയ്ക്കുക. ഗ്രോ വളരുക. ഗ്രൈൻഡ് അരയ്ക്കുക. ഗ്രോ വളരുക. ഒരു വേർഡും കൂടെ എഴുതിക്കോളൂ കേട്ടോ. അത് ഞാൻ മിസ് ചെയ്തു. അത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലിങ് ആണ്. ഫ്ലിങ്, പ്ലാൻ, പ്ലാൻ. ഫ്ലിങ് മീൻസ് വലിച്ചെറിയുക എന്നാണ് കേട്ടോ. ഫ്ലിങ് വലിച്ചെറിയുക. ഫ്ലിങ് വലിച്ചെറിയുക. ഓക്കെ, ക്ലിയർ?
Do you miss any words meaning? No? മിസ് No. ഇതിപ്പോ ഇങ്ങനെയല്ലേ ഇത് എനക്ക് അറിയാത്തോണ്ടാണ് എറൈസ് എറോസ് എറൈസൺ അങ്ങനെ എഴുതിയില്ലേ ആ അപ്പൊ എറൈസ് എന്ന് പറഞ്ഞാൽ ഉയരുക അപ്പൊ എറോസ് എന്ന് പറഞ്ഞാല് ഉയർന്നു. ഉയർന്നു എറൈസൺ സെയിം മീനിങ് തന്നെ. ആ അങ്ങനെ ഉറക്കമുണരുക. എന്നുള്ളതിനോട് ചേർന്നിട്ട് ഉള്ളത് തന്നെയാ ഇതിന്റെ രണ്ട് ഇപ്പുറത്ത് വരുന്ന രണ്ട് വേർഡ്സ് വരും അല്ലെ? V2 V3 മീനിങ് ഏകദേശം സെയിം ആയിരിക്കും. ഓക്കെ പാസ്റ്റ് അല്ലേ, ഏകദേശം സെയിം ആണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും വേർഡ് മീനിങ് മിസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ, ക്ലിയർ ചെയ്യാം. ഇനിയില്ല ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ അത് വായിക്കാം, പ്രസന്റ് ചെയ്യും കേട്ടോ. ഓക്കെ മിസ് ലാസ്റ്റ് വാക്ക് ഒന്നും കൂടെ പറയണമോ? ഫ്ലിങ് ആണ്. ഫ്ലിങ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഫ്ലിങ് ഫ്ലിങ് ഫ്ലങ് ഫ്ലങ് വലിച്ചെറിയുക. 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 ഓക്കെ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കൂ. Arise, arose, arisen, awake, awoke, awoken, bear, bore, born, begin, began, begun, bite, bit, bitten, bleed, bled, bled, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drawn, bring, brand, brung, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, find, fought, fought, find, found, found, flee, flung, flung, sorry, flee, flung അല്ല കേട്ടോ, flee, fled, fled ആണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കയറിയതാണേ, സോറി. flee, fled ആണ് കേട്ടോ, flee, fled, fled, FLED. അത് ഫ്ലിങ്ങിന്റെ ആണ് പാസ്റ്റ് ഞാൻ ടെക്സ്റ്റ് ചെയ്തത് കേട്ടോ, മിസ്റ്റേക്ക് ആണ് കേട്ടോ, സോറി ഫോർ ദാറ്റ്. ഫ്ലീ, ഫ്ലഡ്, ഫ്ലഡ്. ഓക്കെ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കറക്റ്റ് ചെയ്യണേ. ഫ്ലീ, ഫ്ലഡ്, ഫ്ലഡ്. അതിന് ശേഷമാണ് ഫ്ലിങ് വരാം, പക്ഷെ ഞാൻ അത് മിസ് ചെയ്തു, അതിന് പകരം ഞാൻ അവിടെ ആഡ് ചെയ്തു ആ വേർഡ്സ്. ഓക്കെ അപ്പൊ ഫ്ലീ, ഫ്ലഡ്, ഫ്ലഡ്, ഫ്ലൈ, ഫ്ലോ, ഫ്ലോൺ, ഫോർബിഡ്, ഫോർവേഡ്, ഫോർബിഡൻ, get, got, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, fling, flung, flung. Okay, clear? വായിക്കാം നമുക്ക്. പേര് ടെക്സ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ ഞാൻ പറയാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പേര് ടെക്സ്റ്റ് ചെയ്യൂട്ടാ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കും, കാരണം റെഗുലർ വായിക്കുന്ന പോലെയല്ല, ഇറഗുലർ നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലെ. 3 ഫോംസും ഡിഫറെന്റ് ആണ്. So we must learn that. Okay. So text your name and present it correctly and correct pronunciation. Okay. Gigi, what's later? Gigi. Okay. First one. Amina. Amina, my good. Okay. Arise, arose, arisen, awake, 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 awaken, bear, bore, born, begin, began, began, bite, bit, bitten, bleed, bled, bled, blow, blow, blown, break, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, drug, draw, drawn, drink, drunk, drive, driven, eat, ate, eaten, fall, fell, fallen, field, filled, filled, feel, felt, fight, found, find, found, flee, flowed, flown, fly, flew, flown, forbid, forbend,
get, got, got, give, gave, given, go, went, gone, grind, ground, ground, grow, grow, grown, filled, flung, flung. ഓക്കെ അമിന, നന്നായിട്ട് വായിക്കണം കേട്ടോ. പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കുക. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഡ്രൈവ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഡ്രൈവ്, ഡ്രോ, ഡ്രിവൺ. ഡ്രിവൻ ആണോ? ഡ്രിവൺ ആണ്. ഡ്രൈവ്, ഡ്രോ, ഡ്രിവൺ. ഓക്കെ. നെക്സ്റ്റ് ഷൈമ. Yes, ma'am. Arise, arise, arisen, awake, awake, awaken, bear, born, born, begin, 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 bite, beat, bitten, bleed, blood, blood, blow, blew, blown, break, broke, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, ding, dung, dung, draw, drew, drawn, drink, drank, drunk, drive, draw, drive, driven, eaten, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, flood, flood, fly, flew, flown, forbid, forbid, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, fling, flung, flung. Thank you, ma'am. ഓക്കെ, ഡ്രൈവ്, ഡ്രോ, ഡ്രിവൺ. ഓക്കെ, ഡ്രിവൺ ആണ് കേട്ടോ. Okay, ma'am. Okay, and GT. Okay, ma'am. Arise, arose, arisen, awake, awake, awoken, bear, bure, born, begin, began, begun, bite, bit, bitten, bleed, 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 blow, blow, blown, break, broke, broken, choose, choose, chosen, come, came, come, deal, deal, dealt, dig, dug, dug, draw, drew, drawn, drink, drank, drawn, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, felt, felt, feel, felt, felt, fight, found, found, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, get, got, give, gave, given, go, went, gone, grained, ground, ground, grow, grew, grown, fling, flung, flung. Thank you. Okay, GT. Then Divya. Arise, arose, arisen, awake, awoke, awaken, bear, bore, born, begin, began, begun, bite, bit, bitten, bleed, bled, bled, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drawn, drink, drank, drank, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, fling, flung, flung. Thank you. Okay, Divya. Then Mupasila. Okay, ma'am. Arise, arose, arisen, awake, awoke, awoken, bear, bore, born, begin, began, begun, bite, bit, bitten, bleed, bled, bled, blow, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drown, drink, drank, drunk, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, ground, fling, flung, flung. Thank you, ma'am.
Okay, Fasila, then Akhila. Okay, ma'am. Arise, arose, arisen. Awake, awoke, awoken. Bear, bore, born. Begin, began, begun. Bite, bit, bitten. Bleed, bled, bled. Blow, blow, blew, blown. Break, broke, broken. Choose, chose, chosen. Come, came, come. Deal, dealt, dealt. Dig, dug, dug. Draw, drew, drawn. Drink, drank, drunk. Drive, drove, driven. Eat, ate, eaten. Fall, fell, fallen. Feed, fed, fed. Feel, felt, felt. Fight, fought, fought. Find, found, found. Flee, fled, fled. Fly, flew, flown. Forbid, forbade, forbidden. Get, got, get. Give, gave, given. Go, went, gone. Grind, ground, ground. Grow, grew, grown. Fling, flung, flung. Thank you. Okay, Akhila, then Vismiya. Okay, ma'am. Arise, arose, arisen, awake, awoke, awoken, bear, bore, born, begin, began, begun, bite, bit, bitten, bleed, bled, bled, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drawn, drink, drunk, drunk, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, flying, flung, flung. Thank you. Okay, then Sharanya. Arise, arose, arisen, awake, awoke, awoken, bear, bore, born, begin, began, began, white, beat, beaten, blood, bleed, bled, bled, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drawn, drink, drunk, drunk, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, found, found, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, get, got, give, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, fling, flung, flung. Thank you. Okay, Sharanya, then Reshma. Okay, ma'am. Arise, arose, arisen, awake, awoke, awoken, bear, bore, born, begin, began, begun, bite, bit, bitten, bleed, bled, bled, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drawn, drink, drank, drunk, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, fling, flung, flung. Thank you, ma'am. Okay, Reshma. Fatima. Arise, arose, arisen, awake, awoke, awoken, bear, bore, born, begin, began, begun, bite, bit, bitten, bleed, bled, bled, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, home,
deal, dealt, dealt, dig, dug, dug, draw, drew, drawn, drink, drank, drunk, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, fling, flung, flung. Okay. Okay, Fatima, then Vijita. Vijita. Then Parisa. Okay, ma'am. Arise, arose, arisen, awake, awoke, awoken, bear, born, born, begin, begun, began, bait, bit, bitten, bleed, blood, blood, blow, bleed, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drawn, drink, drank, drug, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, fled, fled, flew, flown, forbid, forbid, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, fly, fling, fling. Okay, Parisa, then Vidura. Yes, ma'am. Arise, arose, arisen, awake, awoke, awoken, bear, bore, born, begin, began, begun, bite, bit, bitten, bleed, bled, bled, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drawn, drink, drank, drunk, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, fling, flung, flung, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown. Thank you, ma'am. Okay, then Vidura. Yes, ma'am. Okay, nothing. ഇനി ആയിട്ട് വായിക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നില്ല. എന്തോ? ഞാൻ വായിക്കാം. Okay, then she. Arise, arose, arisen, awake, awoke, awoken, bear, bore, born, begin, began, begun, bite, bit, bitten, bleed, blood, bled, blow, blew, blown, break, broke, broken, choose, chose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, drew, drawn, drink, drank, drunk, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, fled, fled, fly, flew, flown, forbid, forbade, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grew, grown, fling, flung, flung. Thank you. മിസ് ഇതിന്റെ ക്ലാസ്സിന്റെ ഇടയിൽ കുറച്ച് ബിസി ആയിപ്പോയി, അതാ ഇത് മനസ്സിലായിട്ടില്ല. ഫൈൻ അല്ല,
ഫ്ലീ എന്ന് പറഞ്ഞ ഫ്ലീൻ്റെത് ഫ്ലങ് ആണോ ഫ്ലഡ് ആണോ? ഓരോരുത്തർ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. കേൾക്കുന്നില്ല മിസ്സേ? ആ ഓക്കെ ഓക്കെ പറഞ്ഞോ മിസ്സേ. ഫ്ലീ ഫ്ലഡ് ഫ്ലഡ് ആണ് കേട്ടോ. FLUNG അല്ല FLUD ആണോ GD ആണോ? ഞാൻ ടെസ്റ്റ് ചെയ്യാണേ. ഫ്ലീ ഫ്ലഡ് ഫ്ലഡ് FLED. പ്ലെയിൻ പ്ലം പ്ലം. ഓക്കെ, രണ്ടായിരുന്നു മിസ്റ്റേക്ക് വന്നത്, രണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ റീജു വായിക്കുന്നുണ്ടോ? ആ മിസ്സേ ഞാൻ വായിക്കാം. ഓക്കെ. Arise, arose, arisen, awake, awoke, awoken, bear, bore. അല്ലേ വേണ്ട മിസ്സേ, ഞാൻ അടുത്ത പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് വായിച്ചോളാം. Bore, bore, begin, began, begon, bite, bit, bitten, bleed, blood, bleed, bled, bleed, blow, blow, blown, break, broke, broken, chose, choose, chosen, come, came, come, deal, dealt, dealt, dig, dug, dug, draw, draw, drawn, drive, drove, driven, drink, drank, drunk, eat, eat, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, flee, flood, flood, fly, flew, flown, forbid, forbade, forbidden, get, got, give, gave, given, go, went, gone, grind, ground, ground, grow, grown, fling, flung, flung. ഞാനില്ല മിസ്സേ, ഇത് ഇവരെല്ലാം വായിക്കുന്നേരം ഓരോരുത്തർ ഇവിടെ വന്നിട്ട് വിളിച്ച് ഫോൺ ഒരു ഭാഗത്തുനിന്ന് ആള് വരുത്ത ഒരു ഭാഗത്തുനിന്ന്, അതുകൊണ്ട് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സോറി മിസ്സേ. വിജിത സംസാരിച്ചു, ഞാൻ കേട്ടില്ല കേട്ടോ, കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്ന് അഞ്ഞൂറ് സംസാരിച്ചു നോക്കി വിജിത. ഓക്കെ, ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ടോ? കാരണം നിങ്ങൾ വായിക്കുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ഷുവർ ആണോ? ആണോ? എന്തൊക്കെയോ ഇവയ്ക്കൊരു മിസ്റ്റേക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം പറ്റും കേട്ടോ. ഒരു ലാംഗ്വേജും പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാതെ പറ്റില്ല. അത് ഞാൻ വായിക്കുന്നത് തെറ്റാണ്, മിസ്റ്റേക്ക് ആണ് എന്ന് വിചാരിച്ചിട്ട് വായിക്കാതിരിക്കരുത്. അതുകൊണ്ടാ പറയുന്നത്. ഓക്കെ, കുറെ പേര് ഇനിയും വായിക്കാനുണ്ട്. കുറെ പേര് വേർബ് ആണല്ലോ എടുക്കുന്നേ, പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ച് കുറെ പേര് ലെഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്താ പറയാ, നിങ്ങളുടെയും കൂടെ ആവശ്യമാണ് അല്ലെ, പഠിക്കണം എന്നുള്ള നിങ്ങൾക്കും കൂടെ ആവശ്യം വേണം. അതുകൊണ്ട് മാക്സിമം എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിലിങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? അതുകൊണ്ട് എല്ലാത്തിനും റെഡി ആയിട്ട് വേണം ക്ലാസ്സിൽ വരാൻ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. ഓക്കെ, എല്ലാ ചുമ്മാ ക്ലാസ് കേട്ട് പോകാം എന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങള് വെറുതെ പഠിച്ച് പാസ്സാവാൻ വേണ്ടി വന്നതല്ല അല്ലെ, ഇതൊരു ജോബ് ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. സോ നിങ്ങളെ ഒരു ജോബിലേക്ക് നമ്മൾ അത് പ്രാപ്തരാക്കണം എങ്കിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ജസ്റ്റ് സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചിട്ട് കാര്യം മതിയോ? അത് മതിയോ? നിങ്ങൾ ടീച്ചറാണ്. സോ ടീച്ചറായിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അറിവുകൾ മാത്രം മതിയോ? സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ? അല്ല അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മള് ക്ലാസ്സില് എല്ലാം അങ്ങോട്ടുള്ള ക്ലാസ്സിൽ എല്ലാം നമ്മള് പ്രസന്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റീസ് തന്നാലും അതെല്ലാം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങളെ എന്താണ് ആ ഒരു സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം അല്ലെ, ആസ് എ ടീച്ചർ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ, സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചാൽ പോരാ. ശരിക്കും നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി അല്ലെ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. അത് ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും ചെയ്യേണ്ട കാര്യമാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ശരിക്കും നിങ്ങൾ എത്ര മാസമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്?
കണക്ക് നിങ്ങൾക്ക് അറിയാലോ. 1 month, 1.5 month ആണോ? ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്ത ചൈനയിലെ സ്റ്റുഡൻസ് ആണോ നിങ്ങളിപ്പോ? ആണോ? കുറച്ചെങ്കിലും വ്യത്യാസം ഇല്ലാത്തവരുണ്ടായിരുന്നു. അല്ല മാം, ഡിസംബർ 4 2 മാസം കഴിഞ്ഞു മാം. അപ്പോ ഫസ്റ്റ് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണോ നിങ്ങള്? പോട്ടെ, ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫില് നിങ്ങൾ എപ്പോ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സോ ചിലപ്പോ നെഗറ്റീവ് ആകാം, പോസിറ്റീവ്സ് ആകാം, അറിയില്ല. സോ എന്താണെങ്കിലും ഇപ്പോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാക്കാം. നിങ്ങൾ നോക്കിക്കാണുന്ന രീതികളാണെങ്കിലും സംസാരിക്കുന്ന രീതികളാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ആണോ? അപ്പൊ 1 മാസമായിട്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, 1 മാസേ ആയിട്ടുള്ളൂ. 10 മാസമാണ് നമ്മുടെ ഡ്യൂറേഷൻ. ഈ 10 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനെന്താ ചെയ്യണ്ടേ? നിങ്ങൾ കൂടെ നിൽക്കാം. ഓരോ ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിലാണെങ്കിലും അത് പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഓരോ ആക്ടിവിറ്റീസിൽ നമ്മൾ മാക്സിമം നമ്മുടെ എഫോർട്ട് എടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം. അതാണ് ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യണം, ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതും ചെയ്യണം. ഓക്കെ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനിത് ചോദിച്ചപ്പോഴാണ് നിങ്ങളത് ചിന്തിച്ചേ, ശരിയാണല്ലോ, കുറച്ചെങ്കിലും എനിക്ക് മാറ്റം വന്നിട്ടുണ്ടല്ലോ. കാരണം നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ മാറുന്ന നിങ്ങൾ അറിയുന്നില്ല. കുറെ മാറ്റം വന്നിന്. കാരണം ഞാനൊന്നും ആരോടും അങ്ങനെ അധികം സംസാരിക്കലില്ല. ഇപ്പൊ മിസ് ഇത് വായിക്കാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ ഒരു വേർഡ്സ്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഇതിൽ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റീന്നാ. അതേപോലെ ഇതിപ്പോ കുറച്ച് നേരത്തെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നുള്ള ഒരു ഇത് മനോഭാവം എനിക്ക് ഉണ്ട് ഇപ്പൊ. അറിയുള്ളൂ. കാരണം നിങ്ങൾ ഇപ്പോ എവിടെയായിരുന്നോ? ഈ കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്തായിരുന്നോ? അതിപ്പോ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? പേടിയായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു? നിങ്ങൾ കറന്റ് ആ ടൈമിലെ സിറ്റുവേഷൻ എന്തായിരുന്നു? പക്ഷെ ഇപ്പോ നിങ്ങൾ എന്താണ്? നിങ്ങൾ ഇംഗ്ലീഷിന് അപ്രോച്ച് ചെയ്ത രീതികൾ എങ്ങനെയാണ്? അല്ലെ? ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. 10 മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളെ ആയിരിക്കില്ല കേട്ടോ. ഫാസ്റ്റ് ആണ്. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു. പഴയ നിങ്ങളെ ആയിരിക്കില്ല. അത് ഞാൻ ഉറപ്പ് തരാം. പഴയ നിങ്ങളെ ആയിരിക്കില്ല. ഒരുപാട് മാറ്റങ്ങൾ വരും ലൈഫില്. അത് ഇംഗ്ലീഷുമായി ഇപ്പൊ എന്റെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ്സ് വരാം. ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീയിങ് നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഓക്കെ? അതുകൊണ്ട് പേഴ്സണാലിറ്റി തന്നെ നമ്മൾ മാറും. അത് ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ അറിയാണ്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ് ടീച്ചേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്നും ഞങ്ങളത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും അത് മനസ്സിലാവും. ഓക്കെ? അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യാം. എത്രയും പറയാനുള്ളൂ. കാരണം ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. അത് കുറച്ച് പേരൊക്കെ ലീഡ് ചെയ്ത് പോയി, കുറച്ച് പേരൊക്കെ പ്രസന്റ് ചെയ്തു, ബാക്കി ആരൊന്നും മിണ്ടിയിട്ടില്ല. ഉണ്ടാത്തവരോട് ഞാൻ എന്താ പറയാ, ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ നിങ്ങൾ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യണ്ട. എന്താണെങ്കിലും സംസാരിക്കും. ഇത്രയും കംഫർട്ട്. ടീച്ചർ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ ടീച്ചറായിട്ട് കാണുകയേ വേണ്ട, സംസാരിക്കൂ. ചുമ്മാ ഇങ്ങനെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാലോ, അങ്ങനെ കംഫർട്ടബിൾ ആകും. എന്നിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഓക്കെ? അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രസന്റ് ചെയ്യാൻ നോക്കുക. തെറ്റേ സംഭവിക്കൂ. കാരണം നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് മിസ്റ്റേക്സ് എന്തായാലും വരും. അത് പ്രതീക്ഷിക്കും. എന്നാലും നിങ്ങൾ പറയാം. ഓക്കെ? ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ പറ്റും. ഓക്കെ? അപ്പോ നിങ്ങൾ പിന്നെ വിചാരിക്കുന്ന ഒരു കാര്യം, മിസ് ഇത്രയും വേർഡ്സ് വെച്ചിട്ടാണ് ഇത്രയും ക്ലാസ് എടുത്തത് അല്ലെ? എത്ര ക്ലാസ് പോയി നമ്മൾ വെറും പിടിച്ചിട്ട് അല്ലെ? പക്ഷെ അത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, മിസ്സിന് വേറെ ഒന്നും എടുക്കാനില്ലല്ലോ, ഇത് തന്നെയാണ് ക്ലാസ്സിൽ പറയുക, കുറച്ച് നോട്ട്സ് തരുന്നു, അത് പ്രസന്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അത് നിസ്സാരമായിട്ട് കാണരുത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും. ഒരു ദിവസം സംസാരിപ്പിക്കും ഞാൻ. അതിന് നിങ്ങളെ കൊണ്ട് അവിടെ എത്തിക്കണ്ടേ അല്ലെ? ആ ഒരു
പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. സോ പതുക്കെ പതുക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടെ തന്നെ നിൽക്കാം, കോപ്പറേറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അതുകൊണ്ട് സൈൻ ഔട്ട് പറഞ്ഞാലോ, നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഒരു പാട്ടാണേ മാം. ഗാനമേളയാണ്. ഓക്കെ, നടക്കട്ടെ. മിണ്ടാതടി കുയിലേ കണ്ണനുറങ്ങണ നേരത്ത് മൂളാതടി മൈനേ മണിക്കൂട്ടനുറങ്ങണ സമയത്ത് ഓഹോ കാറ്റിൽ തളിരിടത്തടാം ഓ മിണ്ടാതടി കുയിൽ. അയ്യോ ശ്വാസം ഇടറി പോന്നു മാം. പാടി വന്ന ഫ്ലോ അങ്ങ് പോയി മാം. താങ്ക് യു മാം. ഓക്കെ, ഇന്ന് ക്ലാസ് എടുത്ത അശ്വതി മിസ്സിനും ക്ലാസ്സിലുള്ള എല്ലാവർക്കും എന്റെ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും നിങ്ങളുടേതായ കുറെ കഴിവുകൾ ഉണ്ട് കേട്ടോ, നിങ്ങൾ അറിയത്തില്ല. അതെല്ലാം കൊടുത്തിട്ട് ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സൈനിങ് ആയിക്കോട്ടെ, സൈൻ ഔട്ട് ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്കെല്ലാം ചെയ്യാവുന്നതാണ്. അതിൽ ഓരോ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും കുറച്ച് ബെറ്ററായിരിക്കും. അതും ഞാൻ അത് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അത് മാറ്റി പിടിക്കാവുന്നതാണ്. അതുകൊണ്ട് ക്രിയേറ്റീവ് ആയിരിക്കാം. ഓക്കെ, എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക, കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക. ഓക്കെ, so that's all. So thank you all. See you on next class. Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.